സോഷ്യൽ കേരള സ്റ്റേറ്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ അടുത്ത കാലത്ത് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ വളരെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ക്രൈസ്തവ പത്രപ്രവർത്തകരായ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്. ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ വന്നു ചേർന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സെക്രട്ടറി തുടർന്ന് പറയുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ IPC കേരള സ്റ്റേറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന അവാസ്തവമായ ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായി മറുപടി കൊടുക്കുന്നതിനുള്ള പരിമിതികൾ നമുക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അതിന് മറുപടി പിന്നെ കൊടുക്കണം, പിന്നെ അതിന് പുറകെ ഇരുന്ന് മറുപടി കൊടുക്കണം. നമുക്ക് ശ്രദ്ധിക്കാൻ പോലും അവസരം നമുക്ക് ഉണ്ടാകാറില്ല. അപ്പം നമുക്ക് ഏറ്റവും സാധ്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റുക നമ്മുടെ ഗ്ലോബൽ മീഡിയയുടെ പത്രപ്രവർത്തകരെ ഒരുമിച്ച് വിളിച്ച് നമ്മുടെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കുള്ളതുകൊണ്ടാണ് ഗ്ലോബൽ മീഡിയയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരെയും ബഹുമാനപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നേ വരെ വന്നിട്ടുള്ളത്. അഭിപ്രായ ഭിന്നതകൾ എല്ലായിടത്തും ഉണ്ട്. ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും അഭിപ്രായ ഭിന്നതകളുണ്ട്. എങ്കിലും ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ എടുത്തുള്ള തീരുമാനങ്ങളാണെങ്കിലും കൗൺസിലിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിലും ഐകകണ്ഠേനയുള്ള തീരുമാനങ്ങളാണ് മിക്കവാറും എല്ലാ പ്രാവശ്യവും എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനങ്ങൾ 100% ഐകകണ്ഠേനയുള്ള തീരുമാനങ്ങളാണ്. ആ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനങ്ങൾ അതിവിദൂരമല്ലാത്ത വിസിന്റെ ഭരണഘടന അനുവദിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൗൺസിൽ വിളിച്ചുകൂട്ടി ഞങ്ങളത് അംഗീകരിച്ചിട്ടു. കൗൺസിലിന്റെ അംഗീകാരം നേടിയിട്ടു. കൗൺസിൽ വിളിച്ചുകൂട്ടി കൗൺസിലിന്റെ അംഗീകാരം നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞങ്ങളുടെ ഈ ഒരു ടേം നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. ഈ ടേമിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. IPC കേരള സ്റ്റേറ്റിന്റെ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു അപേക്ഷ, ഇതിന്റെ സഹായത്തിന് വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അപേക്ഷകളോ അഭ്യർത്ഥനകളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു അപേക്ഷകളും നമ്മൾ റിജക്ട് ചെയ്തിട്ടില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള, അതിനുവേണ്ടി യോഗ്യരായിട്ടുള്ള എല്ലാ റെസിപ്പിയൻസിനും എല്ലാവർക്കും തന്നെ നമ്മൾ കൃത്യമായി തന്നെ അവരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 1 രൂപ ചലഞ്ച് സോഷ്യൽ വെൽഫെയർ ബോർഡിലൂടെ നല്ല വ്യക്തമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒത്തിരി വിദ്യാഭ്യാസ സഹായങ്ങൾ, വിധവാ സഹായം, പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ദേവദാസന്മാരുടെ ഭാര്യമാരും ദേവദാസന്മാർ മരിച്ചുപോയി. അവരുടെ വിധവകളായ അവർക്ക് 80-ലധികം ആൾക്കാർക്ക് നമ്മൾ മാസം തോറും നമ്മൾ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇന്നുവരെ അതിനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ വിധവകളെ സഹായിക്കുന്നു, എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, മെഡിക്കൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നു. ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പത്തനാപുരത്തെ നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റ്. ആ ഹൗസിംഗ് പ്രോജക്റ്റിന്റെ സ്ഥലം 20 സെന്റ് സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ ബ്രദർ PM ഫിലിപ്പിന്റെ സ്വത്തിൽ നിന്ന്, തന്റെ സ്വത്ത് നമുക്ക് സൗജന്യമായി ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ പേരിലേക്ക് ഭരണഘടന പ്രകാരം അദ്ദേഹം എഴുതി തന്നിരിക്കുകയാണ്. ക്രയവിക്രയ അധികാരത്തോടുകൂടി കേരള സ്റ്റേറ്റ് എഴുതി തന്നിരിക്കുന്ന വസ്തുവാണെന്ന്. അപ്പൊ അത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് PM ഫിലിപ്പിന്റെ സ്വന്തം വസ്തുവാണെന്നും PM ഫിലിപ്പിന്റെ സ്വന്തം വസ്തുവിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന IPCയിലെ പൈസ ഡംപ് ചെയ്യുകയാണെന്നും നമ്മൾ അങ്ങനെ പൈസ അപഹരിച്ചുകൊണ്ട് പോകുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ പേരിലാണ്. അതിന്റെ പ്രമാണത്തിന്റെ ഡോക്യുമെന്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കോപ്പി ഇത് വേണമെങ്കിൽ കാണിക്കുന്നതിൽ തടസ്സമില്ല. IPC കേരള സ്റ്റേറ്റിന്റെ പേര്, ഇത് ബ്രദർ PM ഫിലിപ്പിന്റെ സഹധർമ്മിണിയുടെ ഫോട്ടോയാണ്. ആ സഹോദരിയുടെ പേരിലാണ് ഈ ആധാരം ഉണ്ടായിരുന്നത്, വസ്തു ഉണ്ടായിരുന്നത്. ഇത് ദ ഡീഡ് ഓഫ് സെറ്റിൽമെന്റ് എക്സിക്യൂട്ടഡ് തിരുവനന്തപുരം 2 ഓഗസ്റ്റ് 2024. റേച്ചൽ ഫിലിപ്പ് എല്ലാവർക്കും കോപ്പിയുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, എ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ നേച്ചർ രജിസ്റ്റേർഡ് ഇൻ 1935 at Eluru, Andhra Pradesh under Society Act 21 of 1860 with registration എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് കൊടുത്തിട്ട് IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് KC തോമസ്, അതുപോലെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ധാന്യം ട്രഷറർ വരും. അപ്പം ഈ 3 പേര് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കേരള സ്റ്റേറ്റിന്റെ പേരിൽ വ്യക്തമായി എഴുതി തന്ന
ഇതിനകത്താണ് നമ്മുടെ ഹൗസിംഗ് അത് IPC കേരള സ്റ്റേറ്റിന്റെ പേരിൽ കൂട്ടി കരമടച്ച ടാക്സ് റെസിപ്റ്റ് ആണ് ഇത്. ഇതിനകത്ത് നമ്മളൊരു ഫ്ലാറ്റ് പണിയാനായിട്ട് അപ്പോൾ ഫ്ലാറ്റ് 12 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഫ്ലാറ്റ് പണിയാനായിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചു. നമ്മുടെ തീരുമാനമല്ല, കൗൺസിൽ തീരുമാനിക്കും. ഇത് കേരള സ്റ്റേറ്റിന്റെ ഒരു പ്രോജക്റ്റാണ്, എക്സിക്യൂട്ടീവിന്റെ പ്രോജക്റ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിന്റെ പ്രോജക്റ്റ് അല്ല. എക്സ്ട്രീംലി ഇറ്റ് ഈസ് ദ പ്രോജക്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ സെറ്റപ്പ് കേരള സ്റ്റേറ്റ് കൗൺസിൽ. അപ്പോൾ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ ആ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഒരു ഫ്ലാറ്റ് പണിയാൻ, അപ്പാർട്ട്മെന്റ് പണിയാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരാളെ കൊണ്ട് ഈ പണക്കാരെയുള്ള ജിജോയെ കൊണ്ട് നമ്മൾ അതിനു വേണ്ടുന്ന ആ പ്രോപ്പർട്ടിക്കകത്ത് പണിയാൻ പറ്റുന്നതിന്റെ പരമാവധി വലിപ്പത്തിലുള്ള മനോഹരമായ ഒരു ഫ്ലാറ്റിന്റെ മുഴുവൻ അതിന്റെ പ്ലാൻ വരയ്ക്കുകയും ആ പ്ലാൻ വരച്ച് അതിന്റെ സ്ട്രക്ചർ ഡിസൈനിങ് ചെയ്ത് അതിന്റെ ക്രമീകരണം എല്ലാം ചെയ്തതിന് ശേഷം കൗൺസിൽ വീണ്ടും അതുകൊണ്ട് വെച്ച് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് അതിന്റെ കോൺട്രാക്ട് കൊടുക്കേണ്ടതിന് വേണ്ടി ഒരു പ്രചാരമുള്ള ഒരു ദിനപത്രത്തിൽ പരസ്യം കൊടുത്ത് ആ പരസ്യത്തിൽ നിന്ന് വരുന്ന കോൺട്രാക്ട് കൊട്ടേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും ന്യായമായ രീതിയിൽ നന്നായി പണിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ലീസ്റ്റ് കോസ്റ്റിൽ ആരോ ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കണം, അവന്റെ കേപ്പബിലിറ്റി നോക്കണം, അവന്റെ സ്റ്റെബിലിറ്റി നോക്കണം, അവന്റെ ആ ഇന്റഗ്രിറ്റി നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് IPCയുടെ ഈ പത്രത്തിൽ വന്ന പരസ്യം കണ്ടു വന്ന കൊട്ടേഷനിൽ ഏറ്റവും ന്യായമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ വന്ന എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, ഓപ്പറേറ്റ് പറയുകയാണ്. പക്ഷെ അദ്ദേഹം ഈവൻ നമ്മുടെ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണെന്നില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് എന്ത് കുറവുണ്ടായിരുന്നല്ലോ പറയാനാണ്. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കും. എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ വന്നില്ല. അന്നേരം നമ്മൾ നമ്മൾ ഒരാളെ കൗൺസിൽ ചൂസ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്തത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു അംഗവും പത്തനാപുരത്ത് നടക്കുന്ന പ്രോജക്റ്റാണ്. പത്തനാപുരത്ത് സ്ഥിരതാമസമായിട്ടുള്ള അനേക പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളാണ് അവിടെയുള്ള ജോജി കൃപ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ ജോജി കൃപയുടെ ആ കൊട്ടേഷൻ നമ്മൾ കൗൺസിൽ വെച്ച് അപ്രൂവ് ചെയ്യുകയും അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും. ആ കൊട്ടേഷന് പറഞ്ഞ തുകയും നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റിയില്ല. കാരണം അതിന് 30 ലക്ഷം രൂപ ഏതാണ്ട് 33 ലക്ഷം രൂപ അഡ്വാൻസ് ഇത്ര ടോട്ടൽ കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണമെന്ന് അതിനകത്ത് കൊട്ടേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൊട്ടേഷൻ മെൻഷൻ ചെയ്ത പ്രകാരം അന്ന് കൊടുക്കാൻ നമ്മുടെ ഫണ്ടില്ല. നമ്മൾ വിദേശ യാത്രകൾ ചെയ്തപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് വന്നു. അപ്പം UAE റീജിയൻകാർ ഇവിടെ വന്നു, ഞങ്ങൾ ഈ കൊട്ടേഷൻ കാണിച്ചു. ഈ ഒരു ഫ്ലാറ്റ് അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് റീജിയൻകാർ ഓൾറെഡി 2 ലക്ഷം രൂപ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഷാർജ IPC ചർച്ചക്കാർ ഒരു ഫ്ലാറ്റ് ഞാൻ അവിടെ കൺവെൻഷൻ പോയ സമയത്ത് സംസാരിക്കും. അത് ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. UK റീജിയൻകാർ അവർ പരസ്യമായിട്ട് അവരുടെ UK റീജിയൻ ഞാൻ പ്രസംഗിക്കാൻ പോയ കൺവെൻഷനിൽ പരസ്യമായിട്ട് അവർ സംസാരിക്കുകയും അതിനുശേഷം അവർ കമ്മിറ്റി കൂടി ഒരു അപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്യുന്നതായിട്ട് വിളിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല വ്യക്തിപരമായി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. അപ്പം നമ്മൾ ഒരു ഘട്ടം പണിത് കഴിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ എക്സിക്യൂട്ടീവ്സ് കൂട്ടായിട്ട് ഈ കൊട്ടേഷൻ കോൺട്രാക്ട് കൊടുത്ത ആളോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം 3 ലക്ഷം രൂപ തരാം, അത് കഴിഞ്ഞ് ബാക്കി നിങ്ങൾ പണി തുടങ്ങി കഴിയുമ്പോൾ അവർക്കൊന്ന് കളക്ട് ചെയ്ത് ഇപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചു ഒക്കെ ആയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ അദ്ദേഹം പണി തുടങ്ങിയതിന് ശേഷം വിശ്വസ്തമായി അദ്ദേഹം പറഞ്ഞു. നമ്മൾ പൈസ കൊടുക്കാത്ത സമയത്തും അദ്ദേഹം പലപ്പോഴും കരഞ്ഞ ദുഃഖത്തിലാണ്. ഈ സ്റ്റേജ് പണിയുടെ സ്റ്റേജ് 1ാം നില കോൺക്രീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ ലെവലിൽ എല്ലാ ഫോട്ടോയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ഇത് നിലവിലുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഇത്. അപ്പൊ ആ സമയത്ത് സംഭവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ IPC കേരള സ്റ്റേറ്റിന്റെ ഫണ്ടിനകത്ത് നാളുകളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കുറെ ഫണ്ടുകളുണ്ട്. നമ്മുടെ പൈസ കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് എങ്ങനെ രീതി ചിലവിട്ട് ഒരു നിലയെങ്കിലും പണിതല്ലേ മറ്റുള്ളവരെ കാണിച്ച് നമുക്ക് ബാക്കിയുള്ള പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം നാളുകളായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ട്രഷർ ആവശ്യമായിരിക്കും. ഉദാഹരണം പറയുകയാണ്, ഇപ്പം നമ്മൾ പുല്ലാട് ചരൽക്കുന്നിന് ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കുക, 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ഒരു എമൗണ്ട് ഉണ്ട്, ഒരു പ്രോജക്റ്റ് ഉണ്ട്. പക്ഷെ അന്ന് അതിന് പലരും തടയിടുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത് ആ പ്രോജക്റ്റ് ക്യാൻസൽ ആയി പോയി കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. എന്നാൽ ആ അക്കൗണ്ടിൽ എത്ര ഉണ്ടായിരുന്നു? 2,81,380. ആ 2 ലക്ഷം രൂപ വർഷക്കാട് ചുമ്മാ കിടക്കുകയാണ്. അപ്പം എക്സിക്യൂട്ടീവ്സ് ഒന്നിനും ഉപയോഗിക്കുന്നില്ല. കാരണം അത് വെറുതെ കിടക്കുകയില്ല, ഫ്രീസായി കിടക്കും. നമുക്ക് ഒരു പാവപ്പെട്ട ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത, ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം അതാണ്, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത, വാഴ്ച ജീവിതം മുഴുവൻ കഴിച്ച, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത പാവപ്പെട്ട ദേവദാസന്മാർക്ക് ഏറ്റവും മോസ്റ്റ് ഡിസേർവിംഗ് പാസ്റ്റേഴ്സ് IPC കേരള സ്റ്റേറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റാണ്. അപ്പൊ ആ പ്രോജക്റ്റ് എങ്ങനെയും ഫിനിഷ് ചെയ്ത് 12 ദേവദാസന്മാർക്ക് ഇത് കൊടുക്കാനുള്ള നമ്മുടെ ആഴമായ ആഗ്രഹത്തിൽ
കൗൺസിലും റെസ്പെക്ടറി കൗൺസിലും എക്സിക്യൂട്ടീവ്സും തീരുമാനിച്ചു ഇങ്ങനെ കിടക്കുന്ന ഫ്രീസ് വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ വെറുതെ കിടക്കുന്ന അപ്പോൾ കൗൺസിൽ തീരുമാനിക്കാൻ അറിയാറുണ്ട് ആ ഒരു ഫണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ 1-2 ഫണ്ടുകളിൽ കിടന്ന പണം അങ്ങോട്ട് മാറ്റിക്കും കൗൺസിൽ പോകണം. ഇപ്പം IPC ഞങ്ങൾ ഈ ഭരണസമിതി കയറിയപ്പോൾ ആദ്യം ഒരു ചിന്ത വന്നു, നമുക്ക് ചിന്തയുണ്ടായി. കാരണം നമ്മൾ അവിടെ മേളത്തെ കൗൺസിലിന് വാടക കൊടുത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉപയോഗിച്ച കാലം മുഴുവനും റെന്റ് കൊടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തിനാണ് റെന്റ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഫ്ലോറിൽ 1ാമത്തെ നിലയിൽ കേരള സ്റ്റേറ്റിന് വേണ്ടിയുള്ളതായിട്ട് ഫണ്ട് വാങ്ങിക്കുകയും അതിന്റെ നിർമ്മാണങ്ങൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ കേരള സ്റ്റേറ്റുമാണ്. അത് അന്ന് പണം സ്പോൺസർ ചെയ്യുന്നത് രാജാണത്ത് വർഗിച്ചാനാണ്. അതിന്റെ ഫലകം വരെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ഫലകം വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കണക്ക് വരുന്നുണ്ട്. ഈ വർഷം ഓരോ വർഷം അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് അപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൗൺസിൽ അംഗങ്ങളുടെ ഷെയറും അതിന് താല്പര്യപ്പെടുന്ന ഷെയർ നമുക്കൊരു കൗൺസിൽ ഹോള് ഫസ്റ്റ് ഫ്ലോറിൽ പണിയാം. ഇപ്പോൾ റെന്റ് കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാമോ? ഇഷ്ടംപോലെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആ വേക്കൻറ്റ് സ്പേസിൽ നമുക്ക് ഒരു കൗൺസിൽ ഹോൾ പണിത് അധികം എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് അവിടെ കൗൺസിൽ നടത്താം. അപ്പോൾ വാടക കൊടുക്കേണ്ട നമ്മുടേതായ ഒരു ഹോളായി നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ ഞാനുൾപ്പെടെ ഇവിടെ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും പൈസ ഇട്ട് ഒരു എമൗണ്ട് അവിടെ നമുക്ക് അത് പണിയാൻ വേണ്ടി വന്നിരുന്നു. അത് വന്ന് അതിന്റെ തുകയൊക്കെ വേണമെങ്കിൽ ട്രഷറർ പറയും. അതിങ്ങനെ പണിയുന്നില്ലാത്ത എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറല്ല ബിൽഡിങ്ങിൽ ഞങ്ങളെ കയറാൻ താഴെ പൂട്ടി. കൗൺസിൽ ഹോൾ ഞങ്ങൾക്ക് തരാനായി, കൗൺസിൽ അടുത്ത ഹോൾ തരാനായി. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ അങ്ങോട്ട് താഴെയുള്ള ഗ്രില്ല് വരെ പൂട്ടി മേളിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മേളത്തെ നിലയിൽ കയറാനോ മേളത്തെ പണിയാനോ പറ്റുന്നതുകൊണ്ട് ആരും പണിതാൽ തന്നെ നമുക്ക് നാളെ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിലായപ്പോൾ ഞങ്ങൾ കൗൺസിൽ തീരുമാനം തൽക്കാലം ഇപ്പോൾ പണിയണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്തിടാം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു. ആ സ്റ്റോപ്പ് അങ്ങനെ ഒരു 2,35,000 അവിടെ ഫ്രീസ്. അപ്പം അവിടെയൊക്കെ പൈസയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മൾ അവിടെ എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ഉള്ളത് പണിയാൻ ഇവർ സമ്മതിക്കത്തുമില്ല, പണിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം, ഞാൻ പൈസ ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി തൽക്കാലം പണിയാൻ വേണ്ടി നമ്മുടെ കേരള സ്റ്റേറ്റ് പ്രോജക്റ്റ് അല്ലേ അത് ഉപയോഗിക്കും. എന്നിട്ട് നാളെ വേണമെങ്കിൽ നമുക്ക് വേറെ പൈസ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വേണം കടമായിട്ട് എടുത്തിട്ട് തിരിച്ചിടാം, അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. നമുക്ക് ലോണായിട്ട് എടുക്കാം, ലോണായിട്ട് എടുത്ത് ചെയ്തിട്ട് ഇപ്പോൾ പണി തീർത്ത് നമ്മുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പണി തീർത്ത് 12 പേർ കൊടുത്തില്ലെങ്കിൽ വീണ്ടും പ്രോജക്റ്റായിട്ട് അവിടെ കിടക്കും. അത് ഈ ഭരണസമിതി കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോ അറിയില്ല. പിന്നെ ഇത് ആർക്കും വേണ്ടാത്തൊരു പ്രോജക്റ്റായി അത് കഷ്ടപ്പെട്ട് തന്ന സ്ഥലം ഇല്ലായ്മ തന്ന പണം സ്ഥലമെല്ലാം നശ്വരമായിട്ട് അവിടെ ആർക്കും വേണ്ടാൻ കിടക്കും. അപ്പോൾ നമ്മുടെ കാലയളവിൽ തന്നെ ഉള്ള പൈസയൊക്കെ എടുത്ത് നമുക്ക് പറ്റുന്നിടത്ത് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള. പിന്നെ PG ബോർഡിൽ നിന്ന് കുറച്ച് പൈസ, PG ബോർഡിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് PG ബോർഡിന്റെ അനുവാദത്തോടെ കൗൺസിലിന്റെ അനുവാദത്തോടെ ലോണായിട്ട് ആ പൈസ എടുക്കും. അപ്പോൾ നമ്മുടെ ഈ കിടക്കുന്ന പൈസയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബോർഡുകൾ ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുന്ന മണി ഇതൊക്കെ എടുത്ത് നമ്മൾ പണിയാൻ വേണ്ടി എടുത്തു കൊടുത്തു. ഈ പണിയാൻ വേണ്ടി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ 2 അക്കൗണ്ടുകളിലായിട്ടുണ്ടായിരുന്നു. 2 അക്കൗണ്ടിലായിട്ട് നമ്മൾ ഇതുപോലെ വന്ന കോമൺ ആയിട്ടുള്ള പണം. ഇപ്പം നമ്മൾ ഒരു കൗൺസിൽ തീരുമാനിച്ചു, എനിവേ നമുക്ക് പലയിടത്തുനിന്ന് പണം വരാനുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണം. ആ ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ മകനെ കണ്ട് വിദേശത്ത് പഠിക്കുന്നിടത്ത് ഫീസ് കൊടുക്കാൻ പറ്റുന്ന പണം എടുത്ത് ഇദ്ദേഹം ചെയ്തു കമ്പി ഇറക്കുകയും മുഴുവൻ പ്രോജക്റ്റ് ഏകദേശം ഒരു നില മുഴുവൻ കമ്പി കിടക്കണം, തുരുമ്പിക്കണം. കമ്പി അവിടെ കിടന്ന് തുരുമ്പിച്ച് പോവാ. കമ്പി ആ മഴ ചെളിക്കെടുത്ത് കിടക്കുക നമ്മൾ വാങ്ങിച്ച്. അപ്പോൾ ഈ പൈസയൊക്കെ ഇപ്പം തന്നെ നമ്മൾ കടത്തിൽ കോൺട്രാക്ടർ അങ്ങോട്ട് പൈസ കൊടുക്കാൻ കിടക്കുന്നു. കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 10-12 ലക്ഷം രൂപ നമ്മുടെ ഏകദേശം ഒരു എത്ര ഉണ്ട് 35 ലക്ഷം രൂപ നമ്മുടെ വീണ്ടും ഫണ്ട് കിടപ്പുണ്ട്. നമ്മുടെ കയ്യിൽ 2 അക്കൗണ്ടിലായിട്ട് കിടപ്പുണ്ട്. അതിൽ ഒരു 18 ലക്ഷം രൂപ നമുക്ക് ഇപ്പോൾ എടുത്ത് കൊടുത്ത് 1ാം നിലയിൽ കോൺക്രീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടുന്ന പണം നമുക്ക് എവിടെയും പോയി പൈസ വിളിച്ചുകൊണ്ട് വന്ന് ബാക്കി വെച്ച് ക്രമീകരിക്കാന്ന് പറഞ്ഞ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഓഫീസ് മാനേജറായിരുന്ന ആള് അദ്ദേഹം അതിനെ തടയുകയും വേറൊരു ഇൻഫർമേഷൻ അല്ലാതെ വേറെ വഴിയില്ല കിട്ടാനായിട്ട്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ നമുക്ക് ഏകദേശം 1ാം നിലയിൽ ഒരു നിലയിൽ 4 അപ്പാർട്ട്മെന്റ് 4. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫണ്ട് കിടക്കുന്ന അക്കൗണ്ട് 2ഉം ജനറലിൽ നിന്ന് കത്ത് കൊടുത്ത് ഇത് ഫ്രീസായി. ഇപ്പൊ നമ്മുടെ പദ്ധതി നമ്മുടെ മൊത്തം 9 അക്കൗണ്ട് ഉണ്ട് പല ബാങ്കുകളായിട്ട് കേരള സ്റ്റേറ്റ്. അതിനകത്ത് 2 അക്കൗണ്ടിന് ബാങ്ക് ഓഫ് ഇന്ത്യയിലും SBIയിലും ഉള്ള അക്കൗണ്ടുകളാണ് 35 ലക്ഷം രൂപയുള്ളത്. അതാണ് ഫ്രീസാക്കി. മറ്റു അക്കൗണ്ടുകളൊന്നും ഫ്രീസാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസാക്കിയ എമൗണ്ട് 2 അക്കൗണ്ടിലൂടെ ഒരു അക്കൗണ്ടിൽ 18,78,000 രൂപ, വേറൊരു അക്കൗണ്ടിൽ 15,86,000 രൂപ. ഒരു അക്കൗണ്ടിൽ 18,86,000 രൂപയും വേറെ ഒന്നതിനകത്ത് 15,88,000 രൂപ. ഇവരെടുത്തോ ഒരു അക്കൗണ്ടിൽ കിടക്കുന്ന അക്കൗണ്ടിന്. അല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെ
എന്തൊക്കെ ഈ എമൗണ്ട് ഞങ്ങൾ ഈ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് മുതൽ ട്രഷറർ വരെയുള്ള മുഴുവൻ എക്സിക്യൂട്ടീവ്സും അറിഞ്ഞ് മുഴുവൻ കൗൺസിലിൽ കൊണ്ടുവന്ന് ഇത് ഞങ്ങൾ പ്രസന്റ് ചെയ്ത് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഇതിലെല്ലാം മിനിറ്റ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് മിനിറ്റ്സ് തൊട്ട് കൗൺസിൽ മിനിറ്റ്സ് വരെ വ്യക്തമായി എഴുതി ഒന്നും തന്നെ ആരും അറിയാതെ, ആരെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രസന്റ് ആണ്, ആരെങ്കിലും പറയട്ടെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്ന്, എല്ലാവരും അറിഞ്ഞാട്ടെ ഇത് മുഴുവൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ഫ്രീസ് ആയപ്പോൾ ഞങ്ങൾക്ക് വലിയ ഭാരമായി, കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് ഈ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിനേക്കാൾ വേദനയാണ് ഇതിനകത്ത് ഞങ്ങൾ പൈസ അടിച്ചു മാറ്റി, പൈസ മോഷ്ടിച്ചു, പൈസ ചെലവാക്കി എന്നുള്ള ചിന്തകളും കാര്യങ്ങളും തന്നെ. ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ആരോപണം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞു, PM ഗ്രൂപ്പിന്റെ വസ്തുവിൽ IPC-ക്കാർ കൊണ്ടുവന്ന് കെട്ടിടം പണിയുന്നു എന്നുള്ളതാ, അത് സഭയ്ക്ക് എഴുതിയില്ല എന്നുള്ളതാ, വ്യക്തമായ രേഖകൾ അതിന് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ടെൻഡറും കോൺട്രാക്ട് കൊടുത്തതും സംബന്ധിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാവരും ഇല്ല, പ്രസിഡന്റ് സെക്രട്ടറി ആയിരിക്കും, പ്രത്യേകിച്ച് എനിക്കും PM ഗ്രൂപ്പ് സാറിനും പ്രത്യേക താല്പര്യം ഉണ്ടാവുകയും ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് ജോജി കൃപ എന്ന് പറയുന്ന ആളിന് കൊടുത്തത് എന്നാണ് ഒരാരോപണം. ഞങ്ങൾക്ക് തട്ടിപ്പ് നടത്താനാണെന്നാണ്. നിങ്ങൾക്ക് അറിയാം, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. PM ഗ്രൂപ്പ് അതുപോലെ തന്നെ ഒരു IPC-യിലെ സഹോദരന് എന്താണ് വരുമാനം, വ്യക്തിപരമായ വരുമാനം അല്ലാതെ മറ്റെന്താണ്? ഒരു മാസം ഒരു 15,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും പെട്രോൾ ചാർജ് ആയിട്ട്. ഞങ്ങൾക്ക് മറ്റ് വരുമാനമില്ല. തുച്ഛമായ പെൻഷനിൽ നിന്നോ, അത് ഞങ്ങൾ 2 പെൻഷൻകാരാണ്, അതോ 30,000 രൂപ ജീവിക്കാൻ കിട്ടുന്ന പെൻഷനിൽ നിന്നാണ് സഭയെ സ്നേഹിച്ച് പോകുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് കൊടുത്തതെന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. ലക്ഷക്കണക്കിന് രൂപ ഇതിൽ തിരിമറി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് താല്പര്യമുണ്ട്. വളരെ വ്യക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് ചെയ്തത്. ഇത് ഓഗസ്റ്റ് മാസത്തിൽ രജിസ്ട്രേഷൻ നടന്നു, ആദ്യം നടന്നതാണ്. അതിനുശേഷം കൗൺസിൽ ഒരു സമിതിയെ നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട സജീവത്തായി സാറാണ് അതിന്റെ ചെയർമാൻ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൗൺസിലിൽ നിന്ന് 8-10 പേരടങ്ങുന്ന ഒരു സമിതിയെ വെച്ചു. ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ടെൻഡർ ക്ഷണിക്കുന്നത്. അപ്പൊ ടെൻഡർ ക്ഷണിക്കുമ്പോൾ ഒരു പത്രത്തിൽ കൊടുക്കാനേ നമുക്ക് പൈസ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു പത്രത്തിൽ കൊടുത്തു, ബാക്കി നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആകെ മനോരമയിൽ വന്ന പത്ര കട്ടിങ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇത് കാണിച്ച്. അല്ലാതെ ഒറിജിനൽ പത്ര കട്ടിങ് സാറിലുണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് കാണാം. IPC കേരള സ്റ്റേറ്റ് ഹൗസിംഗ് പ്രോജക്ട് ടെൻഡർ ക്ഷണിക്കുന്നു. IPC കേരള സ്റ്റേറ്റ് നേതൃത്വത്തിൽ പത്തനാപുരത്ത് ആരംഭിക്കുന്ന ഹൗസിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി 12 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ 3 നില ഫ്ളാറ്റ്, ചുറ്റുമതിൽ, ടൈൽസ് പാകിയ മുറ്റം, കിണർ തുടങ്ങിയവ അടക്കം പണിത് പൂർത്തിയാക്കി തരുന്നതിനായി ടെൻഡർ ക്ഷണിക്കുന്നു. ടെൻഡർ സമർപ്പിക്കുന്നതിനായി അവസാന തീയതി 30/10/2024 6 PM എന്നതാണ്. ബിൽഡ് ഏരിയ 10,607.35 സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി. ഇങ്ങനെ നമ്മൾ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തെ നിലയിൽ വരുന്നത് 3,461 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ 3 നില. പിന്നീട് സ്റ്റെയർ ഡെക്ക്, ടോട്ടൽ ഏരിയ എല്ലാം കൂടെ 10,065 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. അങ്ങനെ 1865 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല ഓരോ ഐറ്റവും എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ജിജോ PLP-യുടെ കെട്ടിടങ്ങളൊക്കെ ചെയ്ത നമ്മുടെ വിശ്വാസിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ പ്ലാനും ബാക്കി കാര്യങ്ങളും അതിന്റെ സ്ട്രക്ചറും എല്ലാം വരച്ചത്. മാത്രമല്ല, നമ്മൾ ആര് കോൺട്രാക്ട് കൊടുത്താലും ഈ എഞ്ചിനീയറെ കൊണ്ട് വേണം മേൽനോട്ടം ചെയ്യുവാനെന്നും, പ്രത്യേകിച്ച് ഈ കോൺട്രാക്ടറിൽ മറ്റൊരു കോൺട്രാക്ട് ഇല്ലാതെ എഞ്ചിനീയറുടെ ഫീസ് മുഴുവൻ കോൺട്രാക്ട് തന്നെ നൽകണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെ അതിന്റെ ഒരുപാട് ഓരോ ഐറ്റത്തിന്റെ പ്ലംബിങ്ങിന് സാധനങ്ങൾ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള ഇതുണ്ട്. സൈറ്റ് ക്ലീനിങ്, പിന്നെ എന്താ വേണ്ട, ഏത് ടൈൽ ഉപയോഗിക്കണം, ഏത് തടി ഉപയോഗിക്കണം, ഏത് വയർ, ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം, പിന്നെ സെറാമിക്സ്, PVC ഏത് വേണം, പിന്നീട് അത് ഓരോന്നിന്റെ എത്ര ആയിരിക്കണം വില, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ. ഈ സ്പെസിഫിക്കേഷൻ വെച്ചാണ് നമ്മൾ ടെൻഡർ ക്ഷണിച്ചത്. അങ്ങനെ നമുക്ക് 7 ടെൻഡറുകൾ കിട്ടിയായിരുന്നു. 7 ടെൻഡറുകൾ നമുക്ക് ലഭിച്ചു. ഒന്ന് നേച്ചർ ക്രാഫ്റ്റ്, അല്ല അദ്ദേഹം തന്നെ വേറൊരു എഞ്ചിനീയറെ കൊണ്ട് അദ്ദേഹമാണോ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ജിജോ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വിശ്വാസിയാണ്. മണക്കാല സഭയിലെ ഒരു ഫേമസ് ആർക്കിടെക്ട് ആണ്. എഞ്ചിനീയറിംഗ് സൈഡിനേക്കാൾ കൂടുതൽ ആർക്കിടെക്ട് ആണ് അദ്ദേഹം. 2,150 എല്ലാം കൂടെ ഉണ്ട് ടെൻഡർ വാങ്ങിച്ചത്. പരിശോധിക്കാം. 2,150 രൂപ സ്ക്വയർ ഫീറ്റാണ്. അത് കഴിഞ്ഞിട്ട് പത്മകുമാർ കൊട്ടാരക്കര, അതൊരു ഗവൺമെന്റ് കോൺട്രാക്ടറാണ്, 2,100 രൂപ. ഏതൻ ഹോംസ് റാന്നി 1,800 രൂപ. ക്രിയേഷൻസ് എറണാകുളം 2,100 രൂപ. പ്രൈം കോട്ടയം നമ്മുടെ ബോബി തലപ്പാടിയുടെ കൗൺസിൽ മെമ്പറുടെ 2,100. ഗ്രീൻ കൺസ്ട്രക്ഷൻസ് 2,050. കൃപ ബിൽഡിംഗ് പത്തനാപുരം അത് 2,050. ഇങ്ങനെയാണ് നമുക്ക് കൊട്ടേഷൻ കിട്ടിയത്. ഇതിൽ ലോവസ്റ്റ് കൊട്ടേഷൻ വന്നത് ഏതൻ ഹോംസ് റാന്നിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിംഗ് പണിഞ്ഞ് യാതൊരു പരിചയമില്ല. മാത്രമല്ല, ടെൻഡർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ ചുറ്റുമതിൽ, ഇന്റർലോക്ക്, കിണർ, ഇലക്ട്രിസിറ്റി ഇതൊന്നും പുള്ളി പ്രൊവൈഡ് ചെയ്യാം. ഇത് ഫയർ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യമാണ്. അതൊക്കെ ക്ലയന്റ് തന്നെ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്.
സ്ക്വയർ ഫീറ്റ് റേറ്റും അല്ല പുള്ളി തന്നിരിക്കുന്നത്. ഞാൻ കണക്കൂട്ടി എഴുതിയതാ. ഒരു കോടി 90 ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്തു തരാം എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു പരിചയവും ഇല്ല. ആ രീതിയിലാണ്. ബാക്കി വന്ന കൗൺസിലിൽ വെച്ച്, പ്രത്യേകിച്ച് അത് ഹൗസ് ബോട്ട് കൂടിയ കൗൺസിലാണെന്നാണ് എന്റെ ഓർമ്മ. ആ കൗൺസിൽ വെച്ച് ഇത് ഇത്രയും അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ തന്നെ കൗൺസിൽ മെമ്പറായ ബോബി തലപ്പാടിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്തനാപുരത്തുള്ള കൃപ തന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ആ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഈ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് ഒന്നും കയറി പോകുന്ന വഴിയല്ല, സാധാരണ ചെറിയ ടിപ്പർ കയറി പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ബോബി പറഞ്ഞു ഇത് യോജിക്ക് തന്നെ കൊടുത്തേരെന്ന് പറഞ്ഞു. മാത്രമല്ല 50 രൂപ കുറച്ചാണ് യോജി പറഞ്ഞത്. വീണ്ടും എക്സിക്യൂട്ടീവ് അദ്ദേഹവുമായി സംസാരിക്കുകയും വീണ്ടും വെച്ച ഒരു നെഗോസിയേഷൻ പുറത്ത് 2000 രൂപയ്ക്കാണ് നമുക്ക് യോജി എഗ്രിമെന്റ് തന്നിരിക്കുന്നത്. 2000 രൂപ എന്ന് പറയുമ്പോൾ ഈ ഫുൾ താക്കോല് വളരെ മനോഹരമായി പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്ത് മോളില് വാട്ടർ ടാങ്ക്, പിന്നെ ഇത് വാട്ടർ ടാങ്ക്, പിന്നീട് ഈ ഇദ്ദേഹം എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മുഴുവൻ സംവിധാനങ്ങളും എല്ലാം ചേർത്തു. ഇതാണ്. അത് മാത്രമല്ല ഇതില് എഞ്ചിനീയർ ഫീസ് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം വരും. അതും ആര് കൊടുക്കണം? യോജി തന്നെ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് വെച്ചിട്ടാണ് IPC കേരള സ്റ്റേറ്റിന്റെ പേരിൽ നമ്മൾ വ്യക്തമായി എഗ്രിമെന്റ് വാങ്ങിയത്. ലൈസൻസ്ഡ് കോൺട്രാക്ടറാണ് പുള്ളി. കൃപാ കൺസ്ട്രക്ഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേം. വലിയ ഫേമൊന്നും അല്ല. അദ്ദേഹം വീടുകളൊക്കെ എടുത്ത് ചെയ്യുന്നത്. ഇതുപോലുള്ള ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൊമേഴ്സ്യൽ. ആ ഒരു പരിചയം കൂടെ വെച്ചാണ് നമ്മൾ കൊടുത്തത്. അതിന്റെ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ്യൽ വർക്കിന്റെ. അങ്ങനെയാണ് യോജിക്ക് ഇത് കൊടുക്കുന്നത്. 2000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്തു കൊണ്ടു. അങ്ങനെ മോഡ് ഓഫ് പേയ്മെന്റ് എത്ര ശതമാനം പണി കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ അഗ്രിമെന്റും വെച്ചാണ് പണി കൊടുത്തത്. ഈ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2000-ത്തിനാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് 2000-നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് തന്നെ എഞ്ചിനീയറിംഗ് ഫീസ് ഇദ്ദേഹം കൊടുക്കണം. അതോട് വിട്ടുപോലെ ഈ സ്ക്വയർ ഫീറ്റിന് നമ്മൾ 2000 രൂപ കൊടുത്തിരിക്കുമ്പോൾ തന്നെ ജിജോ മണക്കാലയുടെ എഞ്ചിനീയറിംഗ് ഫീസ് കൂടെ ആര് കൊടുക്കണം? ഈ 2000 കൊടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കണം. അടുത്തത് ഈ മാനേജർ എന്ന വിഷയം സെക്രട്ടറി പറയും. അതിന് 3 പ്രാവശ്യമായിട്ട് യോജിക്ക് പൈസ നമ്മൾ ആൾറെഡി കൊടുത്തു. എന്നാൽ പക്ഷം ഗവൺമെന്റ് കൊടുത്തു തീർന്നില്ല. 3 പ്രാവശ്യമായിട്ട് കൊടുത്തത് ആദ്യം 10 ലക്ഷം രൂപ കൊടുത്തു, രണ്ടാമത് 10 കൊടുത്തു, പിന്നെ ഒരു 4 കൊടുത്തു. എന്നാൽ കോൺക്രീറ്റിന്റെ സമയത്ത് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ വീണ്ടും ഒരു 18 ലക്ഷം രൂപ കൊടുക്കാൻ നേരമാണ് ഈ പ്രശ്നം. അപ്പൊ ഈ മാനേജർ അപ്പോൾ പുതിയ ചില വാദമുഖങ്ങൾ ഉന്നയിക്കും. ആദ്യത്തെ 10 ലക്ഷം കൊടുത്തപ്പോഴും രണ്ടാമത്തെ 10 കൊടുത്തപ്പോഴും പിന്നെ 4 കൊടുത്തപ്പോഴും ഈ മാനേജർക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം പറയണം. അദ്ദേഹം പിന്നെ പറയുന്നത് ഈ ജോജി കൺസ്ട്രക്ഷൻസ് അല്ല കൃപ കൺസ്ട്രക്ഷൻ എന്നാണ് അയാളുടെ ഫേമിന്റെ പേര്. അതിന്റെ പേര് പക്ഷെ GST പിടിച്ചിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ആ കമ്പനിയുടെ പേരിൽ ഒരു കമ്പനി അക്കൗണ്ട് ഇല്ല. അതിന്റെ പ്രൊപ്പറേറ്ററായ ജോജിയുടെ പേര് ജോജി ജോസഫിന്റെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. നമ്മൾ പൈസ കൃത്യമായി എഴുതിയിരിക്കുന്നത് കൃപ കൺസ്ട്രക്ഷൻസിന്റെ പ്രൊപ്പറേറ്റർ ജോജിയുടെ പേര് ഇവിടെ വെച്ചല്ലേ, ഒരു കൺസ്ട്രക്ഷന്റെ പേര് മാത്രം വെച്ചല്ലേ പുള്ളി ഗവൺമെന്റ് വർക്കിന്റെ എല്ലാ പൈസ അങ്ങനെ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ പ്രൊപ്പറേറ്ററിന്റെ പേരും നമ്മുടെ അത് പറ്റത്തില്ല മാനേജർ പറയുന്നത്. കൃപ കൺസ്ട്രക്ഷന് വേണ്ടി ജോജിയുടെ പേര് വെച്ച കമ്പനിയാണെങ്കിൽ ആ പ്രൊപ്പറേറ്ററുടെ ഓണറുടെയോ ഡയറക്ടറുടെ പേരിൽ വാങ്ങിയ പറ്റിയാണ്. കമ്പനിയുടെ വീട്ടിലെ വാങ്ങിയത് അതെ. ഇത് അത് മാത്രമല്ല, ഇത് 3 ചെക്ക് കൊടുക്കുമ്പോഴും ഒബ്ജക്ഷൻ ഇല്ല. അപ്പൊ പർപ്പസ്ഫുൾ ആയിട്ട് ഉള്ള ഒബ്ജക്ഷൻ വന്നതാണ്. അത് കാരണം വെച്ചാൽ കഴിഞ്ഞ എക്സിക്യൂട്ടീവിലെ വന്നപ്പോൾ ഞാനിങ്ങനെ കൊടുക്കും. ഞാൻ നേരത്തെ 2 മാസം അവിശ്വാസിക്കായിട്ട് ISC കൊടുക്കും. ബാക്കി 15 സെന്റാണ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കേസ് തോമസ് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഓക്കെ. എന്നാലും അതിന് പോലെ 15 സെന്റേ കൊടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ ഈ പ്രോജക്റ്റിന് വേണ്ടി 12 പേർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ് പറയാൻ വേണ്ടി 20 സെന്റ് വേണമെന്ന് അങ്ങനെ 20 സെന്റ് സഭയ്ക്ക് എഴുതി കൊടുക്കും. അതാണ് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ആക്ച്വലി 15 സെന്റ് തരാമെന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടുള്ള ഒരുമിച്ചുള്ള യാത്രകളിൽ അദ്ദേഹം പറഞ്ഞു 15 സെന്റ് സ്ഥലം എനിക്ക് കൊടുക്കാറുണ്ട് തരാമോ. പക്ഷെ നമ്മള് ഒടുവിൽ എല്ലാം അളന്ന് നോക്കിയപ്പോൾ നമുക്ക് 15 സെന്റിനകത്ത് നമുക്ക് 12 അപ്പാർട്ട്മെന്റ് പണിയാൻ പറ്റില്ല. 5 സെന്റ് കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ നമുക്ക് നല്ല മനോഹരമായിട്ട് കിട്ടണമെങ്കിൽ 15 സെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവിടെ ഞങ്ങൾ പറഞ്ഞു 5 സെന്റ് കൂടെ തരാൻ പറഞ്ഞപ്പോൾ തരാം എന്ന് പറഞ്ഞ് അന്നേരം പെട്ടെന്ന് മനസ്സ് തോന്നി. കേരള സ്റ്റേറ്റ് അദ്ദേഹം കേരള സ്റ്റേറ്റിന്റെ ട്രഷറർ ആണല്ലോ. കേരള സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമിതിക്ക് സമിതിക്ക് കൊടുക്കാൻ 35 സെന്റ് സ്ഥലമാണ് ഇങ്ങനെ പാവപ്പെട്ടവർക്കായിട്ട് കൊടുത്തത്. ഒരു വിശ്വാസമല്ല. 2 ഭാഗമാണ്. ഒന്ന് EAP പണിത് കൊടുത്തു, ഒന്ന് കുടുംബശ്രീ കയറുമ്പോൾ കുറച്ച് പൈസ, മറ്റെല്ലാം കൂടെ ഒരുമിച്ചാണ് 2 വീട് പണിത് അവിടെ താമസമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഓഫീസിന്റെ മാനേജരായിരുന്ന മാത്യു വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്.
അതിനോട് ബന്ധപ്പെട്ടാണ് ഇപ്പം വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടക്കം മുതൽ തന്നെ നമ്മളൊരു 40 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് IPC കേരള സ്റ്റേറ്റിന് വേണ്ടി IPC .live എന്ന് പറഞ്ഞുകൊണ്ടൊരു വെബ് പോർട്ടൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. IPC കേരള സ്റ്റേറ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ 40 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു വെബ് പോർട്ടലാണ്. ആ വെബ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് അവർ, സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിൽ അവർ, ട്രഷറർ ബ്രദർ ജോയി താനുവേലിൽ, പാസ്റ്റർ ഷിബു നെടുവേലിൽ, ബ്രദർ ജോയി താനുവേലിൽ, അവരുടെ കാലത്താണ്. ആ 3 പേരും ഒപ്പിട്ട് തന്നെയാണ് അന്ന് എറണാകുളത്തുള്ള ഒരു എന്നൊരു പേരുണ്ട്, സേവൺ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് അവര് നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രകാരമുള്ള ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു വിശാലമായ ബൃഹത്തായ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു നല്ല വെബ് പോർട്ടൽ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചു. അന്നത്തെ എക്സിക്യൂട്ടീവായിട്ടിരുന്നവരെല്ലാത്തിനും മുതിർന്നവരും പ്രായമുള്ളവരുമാണ്. അവർക്ക് ഈ കമ്പ്യൂട്ടർ പരിചയം വലുതായിട്ട് ഇല്ല. കമ്പ്യൂട്ടർ പരിചയം വലുതായിട്ടില്ലാതിരുന്നത് കൊണ്ട് കമ്പ്യൂട്ടർ പരിചയമുള്ള ഒരാളെ ആ സ്ഥാനത്ത് ആക്കി അതിൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്യു വർഗീസിനെ അതിൻ്റെ നമ്മുടെ ഓഫീസ് മാനേജർ എന്നുള്ള തസ്തിക ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലുള്ള തസ്തികയല്ല, കേരള സ്റ്റേറ്റ് കൗൺസിലിൽ അങ്ങനെ ഒരു തസ്തികയെ ഉണ്ടാക്കി ആ തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. എന്നാൽ ആ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിന്. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്തു. അതിൻ്റെ പദ്ധതി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ അതിൻ്റെ AWS എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവർ, ആമസോണിൻ്റെ സെർവർ, അതിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ പാസ്വേഡുകളും എല്ലാം ഇന്ന് അദ്ദേഹത്തിന്റെ പേരിലേക്ക് കേരള സ്റ്റേറ്റ് അറിയാതെ അദ്ദേഹത്തിനൊരു ഫ്രീഡം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മാത്രമല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഞങ്ങൾ പലവട്ടം ഇതിന്റെ പാസ്വേഡുകൾ ചോദിച്ചിട്ടും അദ്ദേഹം തരാതിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലാതെ ഒരു ഫൈനൽ അപ്രൂവൽ അതോറിറ്റി ഈ വെബ് പോർട്ടൽ സംബന്ധിച്ച് എന്തുകൊണ്ട് അദ്ദേഹമാണ് നമ്മൾ അതിന്റെ ഒരു പാസ്വേഡ് വെച്ചിട്ട് തരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ 2-2.5 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാകാതെ, ഭരണസ്തംഭനം ഉണ്ടാകാതെ ഇത് മാന്യമായി മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് പലവട്ടം ജോലി തരാതിരിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഓഫീസിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ്സിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇഷ്ടമുള്ളപ്പോൾ വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. ഞങ്ങൾ എക്സിക്യൂട്ടീവ്സിന് ഇടയ്ക്ക് ദിവസം നമ്മളിതില്ല. ആ നടപടികൾ എടുക്കാൻ വേണ്ടി അതിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ഈ വിഷയം എല്ലാം കൂടെ കയറി വന്നപ്പോൾ എക്സിക്യൂട്ടീവ്സ് അപ്പോൾ പല വട്ടം കൗൺസിലിൽ ഈ വിഷയം ചർച്ചയുണ്ടായി. കേരള സ്റ്റേറ്റ് സാമ്പത്തിക അഴിമതിയാണെന്നും പുള്ളിയെ മെന്റൽ കരാർ ചെയ്യുന്നത് കേരളത്തിൽ പരാതിയുണ്ട്. അന്നേരമാണ് കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്റ്റാഫായിട്ടാണ് ഒരു ഓഫീസ് മാനേജർ ഒരു തസ്തിക ഉണ്ടാക്കി ആ തസ്തികയിൽ എന്തിരുന്നു എല്ലാ മാസവും നമ്മുടെ കേരള സ്റ്റേറ്റ് അക്കൗണ്ടിൽ സാലറി കൊടുക്കുന്നുണ്ട്. അല്ലാതെ വോളണ്ടറി അല്ല. അദ്ദേഹത്തിന് സാലറി എത്ര കൊടുക്കുന്നത്? ഒരു മാസം 35,000 രൂപ സാലറി അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കാൻ വെക്കത്തില്ല. ഭരണസമിതി വേറെ ആയതുകൊണ്ട് നമുക്ക് അറിയാം. ഇവരുടെ കാലത്താണ് കൗൺസിലാണെന്ന് എനിക്ക് പറയാം.
അദ്ദേഹവുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് വർഷം തുടക്കം തൊട്ടേ dispute-ആണ്. തുടക്കം തൊട്ടേ. കഴിഞ്ഞ ഭരണസമിതിയിൽ അടുത്ത ഡിസ്പ്യൂട്ടുണ്ട്. ഡിസ്പ്യൂട്ടാണ്. അതിനുവേണ്ടി പല സമിതികളെ ഇതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അതിലൊരു സമിതിയുടെ ആളാണ് ജോൺസൺ മാത്യു സാർ. അല്ല, ആദ്യത്തെ സമിതിക്കത് അത് കഴിഞ്ഞിട്ട് പിന്നെ സമിതിയുണ്ട്. ഇവർക്ക് ആർക്കും ഇദ്ദേഹം ഇതിന്റെ യാതൊരു ഡീറ്റെയിൽസും കൊടുക്കത്തില്ല. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്രയും നാൾ എന്തിനു വലിച്ചു കിട്ടിക്കൊള്ളു? അതെ, അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കാരണം ഇപ്പോൾ തന്നെ ഇത് എടുത്തപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് IPC കേരള സ്റ്റേറ്റ്. സാമ്പത്തികമല്ല, അത് നമുക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അവിടെ ഇരിക്കുന്ന 2 എംപ്ലോയീസിന് ചില കാര്യങ്ങൾ ഡാറ്റ എൻട്രി മാത്രമേ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. 100 കണക്കിന് ID കാർഡുകൾ പ്രിന്റ് ചെയ്യാറുണ്ട്. പുള്ളി അപ്രൂവ് ചെയ്താലേ ആ ലോഗിൻ നമുക്കില്ല. പറഞ്ഞു മനസ്സിലായോ? ഇനി ആമസോണിന്റെ ഇത് പുള്ളിയുടെ സ്വന്തം ക്രെഡിറ്റ് കാർഡിലാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മാസം തോറും പുള്ളി വാങ്ങിക്കുന്നു, പുള്ളിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകുന്നു. കമ്പനി ഞങ്ങൾ വിളിച്ചപ്പോൾ കമ്പനി പുള്ളിയുമായി ഉണ്ടാകാൻ അന്ന് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അറിയാതെ ഇത് യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. അന്ന് അതൊക്കെ ഇല്ല, അത് കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ചെറിയ അപ്ഡേഷൻ ചെറിയ അപ്ഡേഷൻസ് വരുത്തുന്നത്. അതപ്പോ പുള്ളിയുടെ പാസ്വേഡ് ഒരു നിശ്ചിത സമയത്തേക്ക് അവർക്ക് ഷെയർ ചെയ്യും. അവരെ വർക്ക് ചെയ്ത് ഇവരെ അറിയിച്ച ശേഷം ഉടനെ അദ്ദേഹം പാസ്വേഡ് മാറ്റി വെച്ചു. അവർക്ക് പോലും ഇതിനകത്ത് ആക്സസ് ഇല്ല. ഇപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ക്ലയന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ ക്ലയന്റിനാണ് ഇതിപ്പോ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേഴ്സണൽ ഇമെയിലാണ്. ഇതിപ്പോ ഈ പൈസ രാവിലെ അടയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഗൂഗിളിൽ കയറുന്നു. ഇതിപ്പോ നമ്മുടെ ആമസോണിൽ നിന്ന് വന്ന ബില്ലാണ്. ഇത് ആമസോണിൽ നിന്ന് പുള്ളിക്ക് ബില്ല് അയച്ചു കൊടുക്കും. പുള്ളി ക്രെഡിറ്റ് കാർഡിന് ഡോളർ പൈസ കൊടുക്കണം. ഡോളർ പൈസ കൊടുക്കും. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മണി അച്ഛാൻ ബില്ല് കൊടുക്കും, അച്ഛാൻ പുള്ളി കൊടുക്കും. അങ്ങനെയാണ് ആ സംവിധാനം. ഈ ഏപ്രിൽ മാസത്തെ 1 മുതൽ 30 വരെ ബില്ല് ഇത് നമുക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. ഇത് ഇപ്പോൾ അടയ്ച്ചില്ലെങ്കിൽ സെർവറിന്റെ പ്രവർത്തനം ചിലപ്പോൾ നിലയ്ക്കും. ഈ വെബ്സൈറ്റ് പൂർണ്ണമായും ചിലപ്പോൾ നിലക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്തൊരു വെബ്സൈറ്റിന്റെ വിലാസം കണ്ട് ഞാൻ മെയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ അവര് നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിന്റെ ഇമെയിൽ ID കൊടുക്കുന്നതാണ് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പുള്ളിയുടെ ഇമെയിൽ ID കൊണ്ടുവന്ന് അയാൾ ഈ നമ്പർ അടിച്ച് കയറിയാൽ ഇത് പേ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ സത്യത്തിൽ കൂട്ടിപ്പോയി. കംപ്ലീറ്റ് കൺട്രോൾ ആ ഓഫീസിലെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലായി. ഈ വെബ് പോർട്ടലിന്റെ മുഴുവൻ കൺട്രോൾ പുള്ളിയുടെ കയ്യിലായി. ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു നടപടി മുറിച്ചു കളയാവുന്ന പോലെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ തടസ്സപ്പെട്ടു. അതുകൊണ്ടാണ് പുള്ളി വളരെ സുപ്രശാലിയായിട്ടുണ്ട്. പുള്ളി അന്ന് ഇത് ആർക്കും ഷെയർ ചെയ്തില്ല. അന്ന് ഞാൻ ഈ വെബ് പോർട്ടലിൽ ഒരു അന്വേഷണ സമിതിയായിട്ട് ഈ കൗൺസിലിനെ നീ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ എക്സിക്യൂട്ടീവുള്ളവരും അന്നുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സംസാരിച്ചു. അപ്പൊ അവരെല്ലാം പുള്ളി വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഇത് വെച്ച് വില പേശാൻ പറ്റുമെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പുള്ളി ഇതിനെ ആർക്കും ഷെയർ ചെയ്യാനോ ആർക്കും ഈ ശരിക്കും പ്രസിഡന്റ് IPC കേരള എന്നുള്ള ഒരു ഇമെയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ വേണമായിരുന്നു ഇദ്ദേഹം ഇത് രജിസ്റ്റർ ചെയ്യാൻ, ഡൊമൈൻ ഉണ്ടാക്കാൻ. പക്ഷേ പുള്ളി sajivplangal@gmail.com എന്ന പുള്ളിയുടെ പേഴ്സണൽ ഇമെയിൽ ID ആണ് ഇതിനെ ചെയ്യുന്നത്. അത് പുള്ളി സൂത്രശാലി ആയതുകൊണ്ട് പുള്ളി മുമ്പ് ഇങ്ങനത്തെ പരിപാടി ചെയ്തേക്കുന്നുള്ളതുകൊണ്ട് ഇവരെല്ലാം അയവാഷ് ചെയ്ത് പുള്ളി അത് ചെയ്തു. അപ്പൊ ഞാൻ അന്നത്തെ എക്സിക്യൂട്ടീവ് ചോദിച്ചു, അവർ പറഞ്ഞത് നല്ല കാര്യമല്ലേ, നമ്മുടെ പ്രസ്ഥാനത്തിന് നല്ല കാര്യമല്ലേ, എല്ലാവരും പറയും നല്ല കാര്യമാണ്, ഞാൻ എഴുതത്തില്ല, നല്ല കാര്യം ഉണ്ടാകട്ടെ. ആ പുള്ളിക്കാര്യത്തിൽ അറിയാവുന്ന ആളാണ് പുള്ളി ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് നമ്മളൊരു കോൺട്രാക്ട് എടുക്കുക. അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വേണം ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഫൈനൽ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുക്കേണ്ട അപ്രൂവല് പുള്ളി ഒട്ടുകൊണ്ടില്ല. നമ്മൾ പാസ്വേഡ് തരുന്നില്ല. നമ്മൾ ചോദ്യം അപ്പൊ ഞാൻ ഒരിക്കൽ കട്ടായം പറഞ്ഞു, ഞാൻ അപ്രൂവ് ചെയ്യാത്ത ID കാർഡിലൂടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അപ്രൂവ് ചെയ്യാത്ത പേപ്പറോട് മൂവ് ചെയ്യാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്തു, പുള്ളി ഓൺലൈനിൽ വെബ് പോർട്ടലിൽ അപ്രൂവൽ മാറ്റിയിട്ട് പുള്ളി അതിന്റെ എല്ലാം ഹാർഡ് കോപ്പി ഇരിക്കുന്ന കാരണം അതിൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പുള്ളിയുടെ അപ്രൂവ് അതിനകത്ത് വെപ്പാണ്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ID കാർഡ് റിന്യൂ ചെയ്യാൻ വന്നു. ആ ID കാർഡ് റിന്യൂ ചെയ്യാൻ വന്ന ആളിന്റെ ആ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ പ്രിന്റ് ഈ വെബ് പോർട്ടലിൽ പ്രിന്റ് എടുക്കാൻ പറ്റുമല്ലോ. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹാർഡ് കോപ്പി ആക്കാൻ പറ്റും. ആ ഹാർഡ് കോപ്പി പ്രിന്റ് ചെയ്ത് എന്റെ ടേബിളിൽ വരും. ആ പ്രിന്റ് ചെയ്ത ടേബിളിൽ അതിന്റെ അപ്രൂവലിന് വേണ്ടി ഒരു പ്ലേസ് ഉണ്ട്. അതിൽ ഞാൻ സൈൻ ചെയ്ത് അപ്രൂവൽ എഴുതി കഴിയുമ്പോഴാണ് പുള്ളി എഴുതി അവിടെ ചെന്നൊരു പുള്ളി മറ്റേ അപ്രൂവൽ അവിടെ ചെയ്താലേ പ്രിന്റ് വരുള്ളൂ. അപ്പം ഒരു ഡിജിറ്റൽ അപ്രൂവൽ പുള്ളി എഴുതുകയും ഹാർഡ് കോപ്പി അപ്രൂവൽ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ അപ്രൂവലിന് വേണ്ടിയുള്ള പാസ്വേഡ് പുള്ളി എനിക്ക് തന്നില്ല. എനിക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി ഒരു പാസ്വേഡ് തന്നിട്ടുള്ളൂ. അവിടെയുള്ള 2 സ്റ്റാഫിന് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഫൈനൽ അപ്രൂവൽ കിട്ടത്തില്ല. ട്രാൻസ്ഫർ ഓർഡർ നമുക്ക് ചെയ്യാം, പക്ഷേ അത് പ്രിന്റ് ചെയ്ത് തരണമെങ്കിൽ പുള്ളി അപ്രൂവ് ചെയ്യണം. ID കാർഡ് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്തിടാം,
അത് ചെയ്ത് കാർക്ക് പ്രിന്റ് വരണമെങ്കിൽ പുള്ളി അപ്പോൾ അദ്ദേഹം നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞിട്ട് പുള്ളി ഇത് അനുവദിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും അല്ല, ഈ ഡാറ്റ എൻട്രി ആണോ? ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ആസ് ഇറ്റ് ഈസ് എന്തായിരുന്നോ അതിപ്പോ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് അപ്രൂവ് അത്രേ ഉള്ളൂ. സംഭവിക്കാൻ പോകുന്നത് ഈ AWSന്റെ ഈ മാസത്തെ നമ്മുടെ ഫീസ് അടയ്ക്കാതെ വരുമ്പോൾ AWS പുള്ളിയുടെ കയ്യിൽ പൈസ അടച്ചില്ലെങ്കിൽ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ പുള്ളി അടക്കത്തില്ല. ഇത് മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും ആ സർവീസ് പോസിബിൾ ഉണ്ടാവും. എന്താണ് സംവിധാനം? ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡിസ്കസ് ചെയ്ത് കാര്യമായിട്ട് മൂവ്മെന്റ്സ് ചെയ്തു. നമുക്കൊരു ഹാക്കിംഗ് പരിപാടിയൊന്നും പറ്റില്ല. നമുക്ക് ഇദ്ദേഹം ഇത് തരണം. എന്നിട്ട് ഞാൻ പല കാര്യങ്ങളും നമുക്ക് ഇദ്ദേഹം കിട്ടണം. നമുക്കിത് ഇദ്ദേഹം തരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഇതിന് ഏതൊക്കെയോ മാറ്റി നമുക്കിത് തരാൻ പുള്ളി ആദ്യമൊക്കെ അപ്രൂവൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷവും ഒക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ നമുക്ക് ഒരു സോഫ്റ്റ് കോർണറിൽ വന്ന് കാര്യം നടക്കുന്നത്. പക്ഷേ പല പിന്തുണകൾ അദ്ദേഹത്തിന് വന്നപ്പോഴേക്കും കൊടുക്കണ്ട. ഇദ്ദേഹം ഏത് ലോക്കൽ സഭയിലുണ്ട്? ഫ്രണ്ട് ക്ലബ് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. 3 വർഷമായിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അപ്രൂവൽ ചെയ്യാൻ പറ്റില്ല എന്ന് ആയിട്ട് ഇതുവരെ നടപടിയെടുക്കാതെ ഇപ്പോഴാണ് നടത്തിയത്. ഒരു ട്രാൻസ്ഫറിന്റെ സമയത്തോ ഒരല്ലാത്ത സമയത്തോ എടുത്താൽ ഞാൻ ആക്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ എന്തുവാ നമ്മുടെ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നം ഓരോ വർഷവും ഒന്ന് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ മൊത്തം പോയില്ലേ. ഇപ്പൊ തന്നെ ലാസ്റ്റ് മൂമെന്റിൽ നമ്മുടെ ഒരു വർഷമായിട്ട് പറഞ്ഞിട്ടും ഞാൻ തുടരുന്ന പറഞ്ഞൊരു കാര്യം ഈ ട്രാൻസ്ഫർ കഴിയാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ആയിട്ട് ട്രാൻസ്ഫർ ഇപ്പോൾ അത്രയും പേർ ട്രാൻസ്ഫർ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ദേവദാസന്മാർ കുടുംബം മടിയാതാകണം. നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്തൊരു ട്രാൻസ്ഫറിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഏതെങ്കിലും പോയി എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് സാധനം ഉണ്ടാക്കാന്ന് പറയാം. അപ്പോൾ നമ്മൾ വളരെ വയസ്സായിട്ട് രീതിയിലേക്ക് മറ്റൊരു മുമ്പിൽ നമ്മൾ തലവലിക്കേണ്ടി വരും. സാറേ, ഈ പെന്തക്കോസ്റ്റ് ഐപിസിയുടെ ഒരു കേരള ഘടകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ മനുഷ്യന് ഇങ്ങനെ വിഹരിക്കാൻ നിങ്ങൾ എന്തിനു അനുവദിക്കും? ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ ഞങ്ങളുടെ തീരുമാനപ്രകാരം ഞങ്ങൾ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഈ രണ്ടുപേർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല സാറേ, സൈബർ സെല്ലിലാണ് പരാതി കൊടുക്കുന്നത്. ഇതിന്റെ പാസ്വേഡുകൾ അദ്ദേഹം പുറത്ത് പറയാതെ കൈവശം വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഴുവൻ പെന്തക്കോസ്റ്റ് സമൂഹത്തെ അദ്ദേഹം വഞ്ചിക്കാനും ചതിക്കാനും ശ്രമിക്കുകയാണ്. ഇതിപ്പോ ഈ കേസ് പരാതി കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം എങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് DYSP ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നു. നിങ്ങളുടെ കൗൺസിലിന്റെ കാലാവധി എന്ന് വരും. ഞങ്ങൾ 2025 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 2025 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന സമയമായി. നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ. കാരണം മെമ്പർഷിപ്പ് നമുക്ക് 2023 വരെയുള്ള മെമ്പർഷിപ്പിന് വേണ്ടി വെബ് പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 2023 വരെ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള വെബ് പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പുതിയ മെമ്പർഷിപ്പ് കളക്ഷനോ കാര്യങ്ങൾക്കോ അതൊന്നും നമുക്ക് ഒരു നിർവാഹമില്ല. പിന്നെ നമുക്ക് ഓരോന്നും പാസ്പോർട്ടിന്റെ ID കാർഡ് റെഡി ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ആമസോണിന്റെ സംഗതി ക്ലോസ് ആയി പോവുകയാണെങ്കിൽ ഇനി ഒരു ID കാർഡ് റിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കാൻ നമുക്ക് കഴിയില്ല. നീണ്ടു കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടത്. എനിക്ക് നിങ്ങൾക്ക് മീതയാണ് മാനേജ്. അതുക്കും മേലെ